ഹായ്, എസ് എൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി, ആ ഒരു പുരുഷൻ നിങ്ങളെ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഒഴിവാക്കാൻ പോകുന്നു എന്നുണ്ടെങ്കിൽ അതിന്റെ സൈനുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു കാര്യം അറിയണം എന്നുള്ളത് ഒരുപാട് പെൺകുട്ടികളുടെ ആഗ്രഹമാണ്. ഞങ്ങൾ റിലേഷൻഷിപ്പിലാണ്, പണ്ടത്തെ പോലെ അല്ല ഇപ്പോൾ ഉള്ളത്. നല്ല രീതിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ആളെ ഒഴിവാക്കാൻ ആണോ ശ്രമിക്കുന്നത് എന്നൊക്കെ ഒരു സംശയമുണ്ട് എന്ന് പറയുന്നവരാണ്. സോ അങ്ങനെയുള്ളവർ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക. ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അവർ ശരിക്കും നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നതാണോ, ഒഴിവാക്കണമെന്ന് ആഗ്രഹിക്കുന്നതാണോ, അതല്ല സാഹചര്യം കൊണ്ട് അങ്ങനെയായി മാറുന്നതാണോ, അതായത് ഇത്തരത്തിൽ അവഗണന ഉണ്ടാകുന്നത് സാഹചര്യവശാലാണോ എന്നുള്ളത് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അവൻ നിങ്ങളെ ഒഴിവാക്കാൻ ശ്രമിക്കുക തന്നെയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എന്തായാലും അവരിലുണ്ടായിരിക്കും. ഇതിലുള്ള ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങളുമായി ടൈം സ്പെൻഡ് ചെയ്യുന്നത് വളരെയധികം കുറഞ്ഞിട്ടുണ്ടാകും എന്നുള്ളതാണ്. നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കുറവ് സംഭവിച്ചിട്ടുണ്ടായിരിക്കും. മുമ്പൊക്കെ കുറേ സമയം സംസാരിക്കും. നമ്മൾ പറയാറുണ്ട്, പരസ്പരം ഇഷ്ടപ്പെടുന്ന ആളുകൾ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ സമയം പോകുന്നതേ അറിയില്ല എന്നുള്ളത്. 1-2 മണിക്കൂറൊക്കെ അങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നവരുണ്ടാവും. പക്ഷെ ഇപ്പൊ എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ, ആദ്യം അങ്ങനെ ആയിരുന്നിരിക്കാം, ഇപ്പോ വളരെയധികം കുറഞ്ഞിട്ടുണ്ടാവും. ഈ ഒരു 2 മണിക്കൂറൊക്കെ എന്ന് പറയുന്നത് ഒരു 10 മിനിറ്റ് 15 മിനിറ്റിലേക്കൊക്കെ ചുരുങ്ങിയിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. നല്ല രീതിയിൽ മാറ്റം അവിടെ സംഭവിച്ചിട്ടുണ്ടാവും. നമ്മൾ ആദ്യമൊക്കെ വിചാരിക്കും അത് അവർക്ക് ചിലപ്പോൾ വിളിക്കാൻ പറ്റാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് സംസാരിക്കാൻ കഴിയാത്തത് കൊണ്ടോ തിരക്ക് കൊണ്ടോ ആയിരിക്കും എന്നുള്ളത്. എന്നാൽ സ്ഥിരമായിട്ട് ഇങ്ങനെ തന്നെ കാണുന്നുണ്ടെങ്കിൽ, ആ ഒരു കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് നഷ്ടമായി എന്നുള്ളത് തന്നെയാണ്. അതല്ലാതെ വേറെ ഒന്നും അവിടെ നമുക്ക് മറ്റൊരർത്ഥം കാണാനില്ല, ഒരു കാരണവും നമുക്ക് അവിടെ കാണാനുണ്ടാവില്ല. സ്ഥിരമായിട്ട് അപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ, ടൈം സ്പെൻഡ് ചെയ്യുന്നത് കുറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ അവഗണിക്കാൻ അല്ലെങ്കിൽ നിങ്ങളെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുന്നതിന്റെ ഒരു കാരണമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ആള് പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവുന്നുള്ളതാണ്. അതായത് പെട്ടെന്ന് അവർക്ക് ദേഷ്യം വരും. നമ്മൾ എന്തെങ്കിലും ചോദിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ദേഷ്യം വരും. ഏറ്റവും നല്ല എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അതിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ അവരോട് ഇങ്ങനെ സൂചിപ്പിക്കുകയാണ്, എനിക്കിങ്ങനെ വേണം എന്ന് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കണം എന്ന് ആഗ്രഹമുണ്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്കും ആൾ പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവും. അതായത് അവർക്കത് കേൾക്കാൻ താല്പര്യമില്ല. നിങ്ങളുടെ കൂടെ ഇരിക്കുന്നതോ ടൈം സ്പെൻഡ് ചെയ്യുന്നതോ സംസാരിക്കുന്നതോ അതിനെക്കുറിച്ചൊന്നും കേൾക്കാൻ വലിയ താല്പര്യം അവർക്ക് ഉണ്ടായിരിക്കില്ല. അപ്പൊ എന്താ സംഭവിക്കുന്നാൽ, ഈ ഒരു ഇറിറ്റേഷൻ കാരണം തന്നെ പെട്ടെന്ന് അവർ ദേഷ്യപ്പെടും. നിങ്ങളുടെ അടുത്ത് ഈ ഒരു സംസാരം നിർത്തുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടും, അല്ലെങ്കിൽ ആ ടോപ്പിക്ക് പെട്ടെന്ന് മാറ്റിക്കൊണ്ടുപോകും എന്നുള്ളതാണ്. ഇത്തരത്തിൽ പെട്ടെന്ന് അവർക്ക് ഇങ്ങനെ ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യുക. നിങ്ങൾ രണ്ടുപേരെയും കുറിച്ച് സംസാരിക്കുമ്പോൾ, നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറയുമ്പോൾ പെട്ടെന്ന് ഇറിറ്റേഷൻ അവർക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നതും അവർക്ക് നിങ്ങളെ ഒഴിവാക്കണമെന്ന ആഗ്രഹമുണ്ട്. അപ്പൊ അങ്ങനെ പെട്ടെന്നൊക്കെ ദേഷ്യപ്പെടുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ദേഷ്യപ്പെടുന്നതിന്റെ പുറകിലുള്ള റീസൺ എന്ന് പറയുന്നത് നിങ്ങളെ ശരിക്കും അവർ മടുത്തു തുടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ വേണ്ട എന്നൊരു ചിന്ത അവരിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ക്ഷമയില്ലായ്മയാണ്. വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും അവർ നന്നായിട്ട് വഴക്കുണ്ടാക്കും. ഇനിയിപ്പോൾ നിങ്ങൾ തമ്മിലൊരു വഴക്കുണ്ടായാൽ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് അവരായിട്ട് മുൻകൈ ഒന്നും എടുക്കില്ല എന്നുള്ളതാണ്. പകരം അവർ എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ പ്രശ്നം കുറച്ചുകൂടി വലുതാക്കാൻ ശ്രമിക്കും. വളരെ കുഞ്ഞൊരു കാര്യമായിരിക്കും, പക്ഷേ സംസാരിച്ച് ഒരു വലിയൊരു പ്രശ്നമാക്കി മാറ്റാനായിട്ടുള്ള ഒരു ശ്രമം അവിടെ കാണാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ സാധാരണ ഒരു നല്ല റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ വഴക്കുകളൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. പക്ഷെ വഴക്കുകൾ ഉണ്ടാകും എന്നുണ്ടെങ്കിലും അത് സോൾവ് ചെയ്യാനുള്ള മുൻകൈകൾ രണ്ടുപേരും എടുക്കാനായിട്ട് അവിടെ തയ്യാറാവുന്നുണ്ടായിരിക്കും. അതായത് ആ പ്രശ്നം സോൾവ് ആയിട്ട് മുന്നോട്ട് പോകണം എന്ന് വിചാരിക്കും. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ആ പ്രശ്നം അങ്ങനെ തന്നെ ഇരുന്നാലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതായത് അത് പരിഹരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നവരാണ്. സോ അങ്ങനെ പരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മുൻകൈ എടുക്കലൊന്നും അവിടെ കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇവിടെയും അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് മുൻകൈകൾ എടുക്കലൊന്നുമില്ല, പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നൊന്നുമില്ല, ക്ഷമ വളരെ കുറവാണ്, പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ട്, ചെറിയൊരു പ്രശ്നം ഉണ്ടായാൽ തന്നെ വലുതാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ അതിന്റെ പുറകിലുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നിങ്ങളെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇനി നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ, നിങ്ങളുടെ രണ്ടുപേരുടെയും ഫ്യൂച്ചറിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയില്ല. അതായത് ഭാവിയെ കുറിച്ച് അവർക്ക് കുറെ പ്ലാനിങ്സ് ഉണ്ടായിരിക്കും, അത് അവരുടേത് മാത്രമായിരിക്കും. അവരെ കുറിച്ച് മാത്രമേ പ്ലാൻ ചെയ്യുന്നുണ്ടാവുള്ളൂ, അവരുടെ ഭാവിയെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുണ്ടാവുള്ളൂ. നിങ്ങളോട് പറയുന്നുണ്ടാവില്ല, പക്ഷെ അവര് ഇങ്ങനെ ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്തിട്ടുണ്ടാവും, അത് നടത്തുന്നുണ്ടായിരിക്കും. അവസാനമാവും നിങ്ങൾ അറിയണ്ടാവുമോ ഇവരിങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിരുന്നില്ല, അല്ലെങ്കിൽ ഇവരുടെ മനസ്സിൽ ഇത്രയൊക്കെ ഉണ്ടായിരുന്നില്ലേ എന്നുള്ളത് അത് നടന്ന ശേഷവും നമ്മൾ അറിയണ്ടാവുക. സാധാരണ ശരിക്കും ഇഷ്ടമുള്ള ആളുകൾ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ, അവരുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ
ഭാവിയെക്കുറിച്ചുണ്ടെങ്കിൽ അത് ഇപ്പൊ ഒരു റിലേഷൻഷിപ്പിലാണ്, ആത്മാർത്ഥമായ സ്നേഹമാണെങ്കിൽ രണ്ടുപേരും ഒരുമിച്ചുള്ള ഒരു പ്ലാൻ ആയിരിക്കും അവർ നടത്തുന്നുണ്ടാവുക. ഒരു ഭാവിയെക്കുറിച്ച്, അതായത് രണ്ടുപേരും ഒരുമിച്ചുള്ള ഒരു ഭാവി ആയിരിക്കും അവർ സ്വപ്നം കാണുന്നുണ്ടാവുക. അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിരിക്കും അവർ പ്ലാൻ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ എന്തായാലും അത് ഓപ്പൺ ആയിട്ട് പറയും. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാല് അവരുടെ ഭാവി ചിന്തയിൽ നിങ്ങളില്ല അവരുടെ കൂടെ. അതുകൊണ്ട് തന്നെ അവരെടുക്കുന്ന തീരുമാനങ്ങളിലോ അല്ലെങ്കിൽ അവരുടെ പ്ലാനിങ്സിലോ നിങ്ങളെ ഉൾപ്പെടുത്തേണ്ട ആവശ്യം അവിടെ വരുന്നില്ല എന്നാണ് അവർ ചിന്തിക്കുന്നത്. നിങ്ങളെ ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല, നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല, അതിന്റെ അങ്ങനെ ഒരു കാര്യം അവിടെ വരുന്നില്ലല്ലോ, നിങ്ങളില്ലല്ലോ അതിൽ എന്ന് വിചാരിക്കുന്നതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളൊന്നും നിങ്ങളോട് അവർ പറയാൻ തീരെ ചാൻസ് ഇല്ല, വളരെ ചാൻസ് കുറവാണ് അവിടെ ഉള്ളത്. അപ്പൊ ഇത്തരത്തിൽ അവരുടെ ഭാവിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും നിങ്ങളോട് പറയുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥവും നിങ്ങളെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇനി ഏറ്റവും ലാസ്റ്റത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് വളരെ ഷോർട്ട് ആയിട്ടുള്ള ആൻസേഴ്സ് മാത്രമാണ് അവർ തരുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറയാം, തിരിച്ചിങ്ങോട്ട് ചോദ്യങ്ങളൊന്നുമില്ല നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ ഡെയിലി ലൈഫിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അവിടെ കാണാൻ പറ്റില്ല. അങ്ങനെ അവർ ചോദിക്കുന്നുണ്ടാവില്ല, അതിനുള്ള താല്പര്യം അവർക്ക് ഉണ്ടായിരിക്കില്ല. അതേപോലെ തന്നെ വളരെ കുഞ്ഞു കുഞ്ഞു ആൻസറുകളായിരിക്കും തരുന്നുണ്ടാവുക. നിങ്ങൾ കഴിച്ചു ചോദിക്കുമ്പോൾ എന്നുള്ള അങ്ങനെയുള്ളത് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ ഒരു കോൺവെർസേഷൻ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെ കൂടുതൽ അറിയാനുള്ള താല്പര്യം അവരിൽ കാണുന്നില്ലെങ്കിൽ, നിങ്ങളെക്കുറിച്ച് അറിയാനുള്ള ഒരാഗ്രഹം അവരിൽ കാണുന്നില്ലെങ്കിൽ എപ്പോഴും ഇത്തരത്തിലൊക്കെയാണ് പോകുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ ചോദിക്കുന്നതിന് മാത്രം ഇങ്ങോട്ട് മറുപടി തരിക, അതും കുഞ്ഞു കുഞ്ഞു മറുപടികൾ തരിക, ഇങ്ങനെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവിടെയും എന്താ മനസ്സിലാക്കാൻ പറ്റുക വെച്ച് കഴിഞ്ഞാൽ അവർക്ക് താല്പര്യമില്ല എന്ന് തന്നെയാണ്. താല്പര്യം നഷ്ടമായി കഴിഞ്ഞിരിക്കുന്നു, ഇനി ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അവർക്ക് ആഗ്രഹമില്ല എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ഇനി നിങ്ങൾ തീരുമാനിക്കുക, ആ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങളായിട്ട് ഒഴിഞ്ഞു പോകണോ അല്ലെങ്കിൽ അവരെ തന്നെ കൂടെ കൂട്ടണോ എന്നുള്ളത്. അവരെ തന്നെ വേണമെന്ന് പറയുന്ന കുറെ പേരുണ്ടാവും. കാരണം നമ്മൾ ആത്മാർത്ഥമായിട്ടാണല്ലോ സ്നേഹിച്ചിട്ടുള്ളത്, അവരെ വിട്ട് കളയാനും പറ്റില്ല. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പേഴ്സണെ തന്നെ ലൈഫിലേക്ക് തിരികെ വേണം. അവർ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് നിങ്ങളെ സ്നേഹിക്കണം, നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിന്റെ സ്ട്രോങ് കുറച്ചുകൂടി ഒന്ന് കൂട്ടണം. ഇങ്ങനെയൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതിനുള്ള സൊല്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്